ഒരു 100 റുപ്യേൻ്റെ ചോറ് ഞാൻ 10-200 രൂപ പെട്രോളും കത്തിച്ചിട്ടോ നമ്മളിപ്പോൾ പോണത്. അപ്പോൾ പോണത് വേറെ എങ്ങോട്ടല്ല, ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലേക്കാട്ടോ. അപ്പോൾ കോഴിക്കോട് ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്, കുറേ ആൾക്കാർ റീലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ. പക്ഷേ എന്താ പണി പാളി എന്ന് പറയാം, വിഷുവൊക്കെ ആയതുകൊണ്ട് തന്നെ അവരിന്ന് തുറന്നിട്ടില്ല കേട്ടോ. നല്ല രുചിയോടെ ആഹാരം വിളമ്പിയിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും അത് തേടി പിടിച്ച് പോകുമെന്ന് പറഞ്ഞാൽ സത്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ദൂരം ഒരു വിഷയമല്ല കേട്ടോ. അങ്ങനെ നമ്മൾ അത്രയും ആഗ്രഹിച്ച് പോയതിന് പക്ഷേ എന്താ സംഭവം കിട്ടിയില്ല. നമ്മൾ അത്രയും ലോകം നിന്നായിട്ട് വരുന്നതും അങ്ങനെ തിരിച്ച് പോകുന്ന വഴിക്ക് തന്നെ ഒരു സൽക്കാരം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ എന്തായാലും നാടൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും. നല്ല വാഴയിലൊക്കെ നല്ല നാടൻ ചോറ് കഴിക്കാമെന്നുള്ള കൊതിയിൽ ഇറങ്ങിയത് കേട്ടോ. പക്ഷേ സംഭവം പണി പാളിയതോടുകൂടി നമ്മൾ നേരെ ഒരു ഹോട്ടലിലേക്കാട്ടോ വന്നത്. ഇവിടെയും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ഫുഡ് തന്നെയാണ്. പിന്നെ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വേറെ ഐറ്റംസും കൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ഫിഷ് തലക്കറിയും അതുപോലെ തന്നെ കരിമീൻ പൊള്ളിച്ചതും പിന്നെ അയല പൊരിച്ചത്, നെത്തോലി പൊരിച്ചത്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ചിട്ടോ. നമ്മളിവിടേക്ക് നെത്തോലി എന്നല്ല നെത്തൽ എന്നാട്ടോ പറയാം. പിന്നെ കുറേ ഐറ്റംസ് കറികൾ ഈ മീൽസിൻ്റെ കൂടെ തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ 2 തരം പായസം ഉണ്ടായിരുന്നു, സേമിയ പായസം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സാഗോ സീഡിൻ്റെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കറി കാണാൻ നല്ല മൊഞ്ചാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഭയങ്കര എരിവാണ് കേട്ടോ. ഒടുക്കത്തെ എരിവ് എന്ന് പറയില്ലേ അതേയും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് ഈ ഒരു കൂട്ടുകറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു കൂട്ടുകറിയും ആ ഒരു ഉപ്പേരിയും. പിന്നെ ഇതാണ് സ്പെഷ്യൽ താരം, നല്ല കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ മസാല തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അത്രയും വിഭവങ്ങളാട്ടോ മുന്നിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. എല്ലാവരും ഒറ്റ കഴിക്കണോണ്ട് തന്നെ അയാനും ഒറ്റ കഴിക്കണം കേട്ടോ. അങ്ങനെ ഓനക്കൊരു പ്ലേറ്റൊക്കെ സംഘടിപ്പിച്ച് കൊടുത്ത്. പക്ഷെ അതിൽ ആ ചോറും ഉപ്പേരിയും വിളമ്പിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ അതിങ്ങനെ നിലത്ത് പൂത്തറട്ട പോലെ ഉണ്ട് കിടന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ഓനും വെച്ച് ഞാൻ എങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. നല്ല രീതിക്ക് ആൾ പോസൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നേരെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ പോകാൻ നല്ല പ്ലാനൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ചീറ്റിപ്പോയിട്ടോ. പിന്നെ നേരെ വീട്ടിലേക്ക് തന്നെ പോയി. പിന്നെ രാത്രി ഇപ്പോൾ വീണ്ടും ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോയിട്ടോ. ഇന്ന് ഫുഡ് ഫുൾ പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ ഫുഡ് അടി. അപ്പോൾ നെക്സ്റ്റ് ഡേറ്റ് കാണാം. അതുവരെയും ബൈ.